Students, I am Hema teacher. Welcome to my channel. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെ ഫിസിക്സിനെ ഇഷ്ടപ്പെടാം എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ടീച്ചറെ ഇത്രയും ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് എങ്ങനെ പഠിച്ചുണ്ടാക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അതിനുള്ള ഒരൊറ്റ ഉത്തരം എന്ന് പറയുന്നത് ഫിസിക്സിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ ഇഷ്ടപ്പെടാം? നിങ്ങൾക്കറിയില്ലേ, ഈ ലോകം എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ലോകമാണ് അല്ലേ, വണ്ടർഫുൾ വേൾഡ് ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ രാത്രിയും പകലും ഉണ്ടാകുന്നുണ്ട്. അതൊരു വണ്ടറാണ് അല്ലേ. എന്തുകൊണ്ട് അല്ലേ ഈ നമുക്ക് എങ്ങനെ ഈ രാത്രി ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ഈ രാവിലെ ഡേ ഉണ്ടാവുന്നത്, അതുപോലെ നൈറ്റ്സിൽ എത്ര ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലേ സ്റ്റാർസ് ഉണ്ട്, മൂണുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം ഒരു വണ്ടറാണ്. അപ്പൊ എങ്ങനെ ഈ നമ്മൾ ഫിസിക്സ് എന്ന് പറയുന്നത് തന്നെ ദ സ്റ്റഡി ഓഫ് നാച്ചുറൽ ലോസ് അല്ലേ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഈ വേൾഡിന്റെ വണ്ടറിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ ഫിസിക്സ് ഇഷ്ടപ്പെടും. ഈ ഡേ ടു ഡേ ലൈഫിൽ തന്നെ ഒരുപാട് നല്ല എല്ലാ കാര്യങ്ങളും ഫിസിക്സിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈവൻ നമ്മൾ നടക്കും വാക്കിംഗ്, എങ്ങനെ വാക്കിംഗ് പോസിബിൾ ആവണത്? ഫ്രിക്ഷൻ നമ്മളുടെ ഫീറ്റും ഗ്രൗണ്ടും ഫ്ലോറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കാരണമാണ്, ഫ്രിക്ഷൻ എഫക്റ്റ് കാരണമാണ് നമ്മൾക്കിവിടെ നടക്കാൻ തന്നെ പറ്റുന്നത് അല്ലേ. അതുപോലെ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യണത്, സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യണത് അല്ലേ കെപ്ലേഴ്സ് ലോയാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക കാര്യങ്ങളിലെയും അവസാന വാക്ക്, ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഫിസിക്സ് ലോസ് ആണ്. നമ്മളിപ്പോൾ ഫിസിക്സ് അറിയണവർ മാത്രമാണോ ഫിസിക്സ് ലോസ് അപ്ലൈ ചെയ്യുന്നത്? അല്ല, അറിയാത്തവർ ഉൾപ്പെടെ ഫിസിക്സിന്റെ ലോസ് അപ്ലൈ ചെയ്യുന്നവരുണ്ട്. അവർക്ക് അറിയില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയാം സർക്കസ് എക്സാമ്പിളാണ്. ഇപ്പോൾ സർക്കസിൽ അക്രോബേറ്റ്സ് അവരിങ്ങനെ റോപ്പിൽ കിടന്നിട്ട് നമ്മളെ വണ്ടടിപ്പിക്കാൻ വേണ്ടി പല അഭ്യാസങ്ങളും കാണിക്കുന്നുണ്ട് അല്ലേ. അവരിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിച്ച് കാണിക്കുന്നു, സ്വിങ് ചെയ്യിപ്പിച്ച് കാണിക്കുന്നു. അപ്പോൾ ഇവർ റൊട്ടേഷൻ നിർത്താൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക, അവരുടെ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്തിട്ടാണ് അവർ നിർത്തുന്നത്. അവർ പോലും അറിയുന്നില്ല ഇത് എന്തിനാണ് ഞാൻ എൻ്റെ ഹാൻഡ്സ് സ്ട്രെച്ച് ചെയ്യണേ എന്നുള്ളത്. അപ്പം അത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതെന്താണ്? ദ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അപ്പൊ ഫിസിക്സ് അറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത്. ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസർവേഷൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാവിധ നമ്മളുടെ വീട്ടിൽ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഫിസിക്സ് ലോസിനനുസരിച്ചിട്ടാണ്. നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് സൺലൈറ്റ്സ് അല്ലെ, സണ്ണിൽ നിന്നാണ്. അപ്പൊ സൺലൈറ്റ്സിന് ഇപ്പൊ ലൈറ്റിന് തന്നെ എന്തോരം പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ സൺലൈറ്റ് വെച്ചിട്ട്. അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ സ്റ്റഡി ചെയ്തിട്ടില്ലാത്തവർ കൂടി അതൊക്കെ ചെയ്യുന്നുണ്ട്. സൗണ്ട്, ഇതെല്ലാം സൗണ്ടിന്റെ ലോസ്, ഇതെല്ലാം തന്നെ ഫിസിക്സ് ലോസ് ആണ്. അപ്പൊ ഫിസിക്സ് ലോ എന്ന് പറയുന്ന ഒരു ഫിക്സഡ് ലോ ആണോ? അല്ല. അത് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മളത് കൂടുതലായിട്ട് എക്സ്പെരിമെന്റ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റാനുള്ള അവകാശം കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ലോ ആണ് ഫിസിക്സിൽ ഉള്ളത്. ഒരുപാട് സയന്റിസ്റ്റുകൾ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കറണ്ട് ഇല്ലാത്ത ഈ ലോകം, നമ്മൾക്കൊരു 5 മിനിറ്റ് കറണ്ട് പോയാൽ തന്നെ ആകെ പ്രയാസമാണ് അല്ലേ. കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും പ്രവർത്തിക്കില്ല. കറണ്ട് ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, TV ഉണ്ടാവില്ല, ഈവൻ മൊബൈൽ പോലും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഒരു ജോലി പോലും നമുക്ക് കിച്ചണിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ എല്ലാത്തിനും നമുക്ക് കറണ്ട് എന്ന് പറയുന്നത് ആവശ്യമാണ്. അപ്പൊ അതിന്റെ കറണ്ടിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതെല്ലാം പഠിക്കണം നമ്മൾ ഫിസിക്സിലാണ് അല്ലേ. അപ്പൊ ഫിസിക്സ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫിസിക്സ് അറിയാത്തവൻ കൂടി ഫിസിക്സ് ലോസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്.
എല്ലാ കാര്യങ്ങളിലും ഫിസിക്സ് ആവശ്യമാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഫിസിക്സ് ലോസ് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത് വെച്ചിട്ടാണല്ലോ ഇത് പ്രവർത്തിക്കണേന്ന്. ഇത് ഫിസിക്സ് ലോ അറിയില്ലാത്തവനും അവൻ അത് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഫിസിക്സ് എന്ന് പറയുന്നത് അത്രയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മളെ സംബന്ധിച്ചോളം. അപ്പൊ ഞാനൊരു ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. മെഡിക്കൽ സ്റ്റുഡൻസ് ചോദിച്ചു, എന്തിനാ ടീച്ചർ ഈ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഫിസിക്സ് എന്തിനാണ്? ഫിസിക്സ് എന്തിനാണ്? ഞങ്ങൾക്ക് ബയോളജി പോരെ, ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് ബയോളജി പോരെയെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ്? വളരെ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അപ്പൊ ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാലും ഞങ്ങൾക്ക് എന്തിനാ ആവശ്യം? അപ്പൊ ഡോക്ടേഴ്സ്, അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഹം എന്താണ്? അപ്പൊ ഞങ്ങൾക്കൊരു സ്റ്റെതസ്കോപ്പ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഏത് ലോനെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യണത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്. അപ്പൊ അതിലും ഫിസിക്സ് ഉണ്ട് അല്ലേ? അപ്പൊ എല്ലാ കാര്യത്തിലും ഫിസിക്സിന്റെ ലോസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ലോകത്ത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് നാച്ചുറലായിട്ട് അത്രയും നമ്മൾ അത് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഇതെന്താണ്, എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട്, എന്തിന് എന്നൊക്കെ നമ്മളുടെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഫിസിക്സിലേക്ക് നമ്മൾ പോകുന്നത്, ആ സബ്ജക്റ്റിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ വെറുതെ ക്ലാസ്സിൽ പഠിപ്പിച്ചു, അതിരുന്ന് കാണാപ്പാഠം പഠിച്ചു, പരീക്ഷ എഴുതി നല്ല മാർക്ക് കിട്ടി എന്ന് വിചാരിച്ചുകൊണ്ട് ഫിസിക്സിനോടുള്ള ഒരു ഇഷ്ടം വരുന്നില്ല. നമ്മൾക്ക് എവിടെ ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നോ അവിടെ തൊട്ടിട്ട് നമ്മൾ ഫിസിക്സിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും. കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ തന്നെയാണ്, ഈ പ്രകൃതി തന്നെയാണ് ഫിസിക്സ്. ഫിസിക്സ് ജസ്റ്റ് ലൈക്ക് എൻ്റെ ഒരു ഇതിൽ ഫിസിക്സ് ജസ്റ്റ് ലൈക്ക് എ ഗോഡാണ് ഫിസിക്സ് അല്ലേ? ഹിഗ്സ് പാർട്ടിക്കിളിന് പേരിട്ടിരിക്കുന്നത് എന്താ? ഗോഡ്സ് പാർട്ടിക്കിൾ. നിക് നെയിം എന്ന് പറയുന്നത് ഗോഡ്സ് പാർട്ടിക്കിൾ എന്നാണ്. ഹിഗ്സ് പാർട്ടിക്കിൾ എന്താ പറയണത്? ഈ വേൾഡ് എങ്ങനെ ഉണ്ടായി അല്ലെ, ഈ ഗാലക്സി എങ്ങനെ ഫോം ചെയ്തു, എങ്ങനെ ഇവിടെയുള്ള ഒബ്ജക്ട്സിന് മാസ് വന്നു എന്നൊക്കെ പറയുന്ന ആ ഹിഗ്സ് പാർട്ടിക്കിൾ അത് ഇവിടെ ഈ ലോകത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇട്ടിരിക്കുന്നത് എന്താണ്? ഗോഡ്സ് പാർട്ടിക്കിൾ എന്നാണ്. അപ്പൊ ശരിക്കും ഒരു ഗോഡ് സബ്ജക്റ്റ് തന്നെയാണ്, ഗോഡിന്റെ സബ്ജക്റ്റ് ആണ് അല്ലെ? ഈ പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യണത് നമ്മൾ പറയും ദൈവമാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന്. ഇത് കൺട്രോൾ ചെയ്യണം, ഇത് അറിയുന്ന ലോസ് അറിയുന്നത് ഏതിലാണ്, ഇവിടെയൊക്കെ ലോസിൽ നിന്നാണ്, ഏത് സബ്ജക്റ്റ് ആണ്? ഫിസിക്സ് ലോസിൽ നിന്നാണ് നമ്മൾ അറിയുന്നത് പ്ലാനറ്റ്സ് എങ്ങനെ ഇത് റിവോൾവ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ ഗോഡിന്റെ സബ്ജക്റ്റ്, ദൈവത്തിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഫിസിക്സ് ആണ്. അപ്പൊ നമ്മള് ദൈവത്തിനോട് ഇഷ്ടം തോന്നുവാണെങ്കിൽ ഫിസിക്സിനോടും ഇഷ്ടം തോന്നേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഈ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റില് ഫിസിക്സ് അപ്പൊ നിങ്ങൾക്കറിയാം, ചെറിയ ക്ലാസ് തൊട്ടേ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അല്ലെ? അത് EVS എന്നുള്ള പേരിലാണ് പഠിപ്പിക്കുക. അത് കഴിയുമ്പോൾ സയൻസ് സബ്ജക്റ്റ് ആയി, പിന്നെ സയൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് എന്നൊക്കെ പേരിൽ അങ്ങോട്ട് വന്നു. മാത്സ് ഓൾറെഡി ഉണ്ട്, എന്നാലും മാത്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് സബ്ജക്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് ഇഷ്ടമുള്ളവർക്കാണ് ഫിസിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനും ഇഷ്ടം വരിക. അപ്പൊ എന്ന് വിചാരിച്ചിട്ട് അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്ക് ഈ ഫിസിക്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ചെറിയ ക്ലാസ് തൊട്ടിട്ട് EVS എന്നുള്ള പേരിൽ അതിനകത്ത് വരുന്നത്. മനസ്സിലായി? അപ്പൊ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നെ നമ്മൾക്ക് ഇപ്പൊ 11th 12th ക്ലാസ്സുകളിൽ ആ ക്ലാസ്സുകളിൽ ഫിസിക്സ് 11th ക്ലാസ്സിൽ ഏത് ടൈപ്പ് ഫിസിക്സ് ആണ് പഠിക്കുന്നത്? ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മാക്രോസ്കോപ്പിക് ആണ് അല്ലെ? അതായത് നമ്മൾക്ക് ഇതെല്ലാം കാണാൻ പറ്റും, നമുക്ക് അതിന്റെ എക്സ്പെരിമെന്റ് എല്ലാം ചെയ്യാൻ പറ്റും. ന്യൂട്ടൺ പറയുന്ന 3 ലോസ് നമുക്ക് അത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണ്. അത് ഇമാജിനറി അല്ല, ഒന്നും തന്നെ ഇമാജിനറി അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഫിസിക്സ് ആണ് ന്യൂട്ടോണിയൻ ഫിസിക്സ്. ദാറ്റ് ഈസ് ദ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയും. ക്ലാസിക്കൽ മെക്കാനിക്സ് അത് ഓൾഡ് ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞ ശേഷം അപ്പം 2 തരത്തിലുള്ള ഫിസിക്സ് ആണ് പറയുന്നത്, മൈക്രോസ്കോപ്പിക് ലെവലും മാക്രോസ്കോപ്പിക്കും. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കാര്യങ്ങൾ, അതായത് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചാർജസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരു ഡീൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി മോഷൻ, കെപ്ലേഴ്സ് ലോസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ.
അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ഇയർ നമുക്ക് പഠിക്കാനുള്ളത് കൂടുതലും ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ. പിന്നെ ഉള്ള ഫിസിക്സിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, മെക്കാനിക്സ് തന്നെ 2 തരത്തിലുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സും ഉണ്ട്, ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മോഡേൺ ആയിട്ടുള്ള ഒരു ഫിസിക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്, ഇത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെന്നൊന്നും +1 +2 ക്ലാസ്സുകളിലൊന്നും ടീച്ചേഴ്സ് വന്ന് പറയുന്നില്ല. അപ്പൊ മനസ്സിലാക്കാം, +1 ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ് പഠിക്കാനുള്ളത്. +2 നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിസിക്സിന്റെ ബ്രാഞ്ചും കൂടെ ഉണ്ട്. ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് ഇലക്ട്രോ ഡൈനാമിക്സ്. ഇലക്ട്രോ മാഗ്നറ്റ്, ഇലക്ട്രോണിക്സും ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും ഉള്ള ഒരു കാര്യമാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. കുളൂംസ് ലോയ് എന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ. ഫാരഡേസ് ലോസ്, കുളൂംസ് ലോ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്ഷനാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു സെക്ഷൻ കൂടെ ഉണ്ട് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ഇയറിലുണ്ട്. ക്ലാസിക്കൽ മെക്കാനിക്സ് സെക്കൻഡ് പാർട്ടിലാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് തന്നെ എന്താണ്? അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ടെമ്പറേച്ചർ ഇൻവോൾവ് ആയിട്ടുള്ള സ്റ്റഡിയാണ് ഈ തെർമോഡൈനാമിക്സിലുള്ളത്. പിന്നെ സെക്കൻഡ് ഇയറിലുള്ളത് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റ് ആൻഡ് അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ +1 +2 സെക്ഷനിൽ ഫിസിക്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. പിന്നെ അതേപോലെ ഒരുപാട് സബ് സെക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ ഹയർ സ്റ്റഡീസിൽ പോകുമ്പോൾ മനസ്സിലാവും. അപ്പൊ +1 +2 ഇതാണ് ഉള്ളത്. +1 ക്ലാസിക്കൽ മെക്കാനിക്സും തെർമോഡൈനാമിക്സും ആണ് കൂടുതലായിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സും ഒപ്റ്റിക്സും ആണ് അവിടെ കൂടുതലായിട്ട്. പിന്നെ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടിയുണ്ട്. ഇതാണ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ ഫിസിക്സിനെ ഇഷ്ടപ്പെടാനുള്ള ഒരൊറ്റ കാര്യം ഞാൻ എന്താണ് ഒരു ടിപ്പ് പറഞ്ഞു തന്നത്? ലവ് ദ നാച്ചർ. പ്രകൃതിയെ ഇഷ്ടപ്പെടുക. പ്രകൃതിയെ ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഫിസിക്സും ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ സി യു, ബൈ.